ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു രാജാവ്. കയ്യിൻ്റെ മുഖം വാടി, നെഹമ്യാവിൻ്റെയും മുഖം വാടി. കയ്യിൻ്റെ മുഖം വാടിയപ്പോൾ നിൻ്റെ മുഖം വാടുന്നത് എന്തെന്ന് കർത്താവ് ചോദിച്ചു. ദൈവം ചോദിച്ചു, നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ദൈവമെല്ലാം അറിയുന്നു, ദൈവമെല്ലാം കാണുന്നു. കയ്യിൻ്റെ മുഖത്തിൻ്റെ വാട്ടം കർത്താവ് കണ്ടു. പാപം കയ്യിനെ ആക്രമിക്കുവാൻ അടുത്തു നിൽക്കുന്നു എന്ന് കർത്താവ് കണ്ടു. ആ പാപത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ ഈ കൈ ഞെരിയാൻ പോകുന്നെന്ന് കർത്താവ് കണ്ടു. പാപത്തിൻ്റെ ഭീകര സിംഹം കയ്യിനെ വിഴുങ്ങാൻ ഭാവിക്കുന്ന കർത്താവ് കണ്ടു. വാതുക്കൽ കാത്തു കിടക്കുന്ന ആ പാപം കയ്യിനെ വീഴിക്കാൻ പോകുന്നെന്ന് കർത്താവ് കണ്ടു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? അവൻ മുഖം വാടിയതായിട്ടൊന്നും അവനറിയാൻ പാടില്ല. മുഖം വാടിയെന്നവനെ അറിയുന്നില്ല. പക്ഷേ അകത്ത് പ്രകാശമില്ലാത്തത് കൊണ്ട്, അകത്ത് ഇരുൾ കയറിയതുകൊണ്ട് മുഖം വാടിപ്പോയി. മുഖം മ്ലാനമായി, മുഖം കറുത്തുപോയി. കയ്യിൻ്റെ മുഖം വാടി. ഇവിടെ നാം വായിക്കുന്നത് നെഹമ്യാവിൻ്റെ മുഖം വാടി എന്നാണ്. നെഹമ്യാവിൻ്റെ മുഖം വാടി. നെഹമ്യാവ് അനുഗ്രഹീതനായ ഒരു ദൈവദാസനായിരുന്നു. വേദപുസ്തകത്തിലെ 2 പ്രധാന പുസ്തകങ്ങളാണ് എസ്രായുടെ പുസ്തകവും നെഹമ്യാവിൻ്റെ പുസ്തകവും. എസ്രാ ഒരു ന്യായശാസ്ത്രിയായിരുന്നു. എസ്രാ ഒരു പുരോഹിതനുമായിരുന്നു. എസ്രാ
ഇസ്രായേൽ മക്കളിൽ അവരുടെ ഗുരുനാഥനായിട്ട് അവർ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ന്യായശാസ്ത്രിയായിരുന്നു, പണ്ഡിതനായിരുന്നു, വേദപണ്ഡിതനായിരുന്നു. മാത്രമല്ല എസ്രാ ഒരു പുരോഹിതനുമായിരുന്നു. എന്നാൽ നെഹമ്യാവ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. നെഹമ്യാവ് അന്നത്തെ പേർഷ്യൻ ചക്രവർത്തിയായ അർട്ടാസെർസസിൻ്റെ, അർത്ഥശ്രേഷ്ഠ രാജാവ് മലയാളത്തിൽ, അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ അർട്ടാസെർസസിൻ്റെ ഫുഡ് മിനിസ്റ്ററായിരുന്നു, ഭക്ഷ്യമന്ത്രിയായിരുന്നു. വലിയ ഉന്നത സ്ഥാനമാണ്, ഉയർന്ന പദവിയാണ്. പക്ഷേ ഉയർന്ന പദവികളെല്ലാം കിട്ടിയെങ്കിലും നെഹമ്യാവിന് അറിയാമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് എന്ന്. എത്ര ഉയർന്ന പദവികൾ ഈ ലോകത്ത് കിട്ടിയാലും നാം ഓർക്കണം ഞാൻ ആരാണ് എന്ന്. ഞാൻ ആരാണ്? എത്ര ഉയർന്ന പദവികൾ കിട്ടിയെന്ന് വരാം, ഉയർന്ന സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് വരാം, വലിയ വലിയ അംഗീകാരങ്ങൾ ലഭിച്ചെന്ന് വരാം. പക്ഷേ ഞാൻ അറിയണം ഞാൻ ആരാണ് എന്ന്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ദാസനാണ്. എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് കൈമാറിയതാണ്. നിത്യനായ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും എൻ്റെ ജീവിതം ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ്. ഞാൻ ആരാണ്? ഞാൻ നിസ്സാരനല്ല. സ്വർഗത്തിലെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. സ്വർഗത്തിൽ ദൈവത്തിനായി എൻ്റെ ജീവിതം ഞാൻ വേർതിരിച്ചു. നെഹമ്യാവിൻ്റെ ബോധ്യം ഉണ്ടായിരുന്നു. നമുക്കും വേണം ആ ബോധ്യം. ഞാൻ ആരാണ്? ഞാൻ ലോകത്തിൽ ഞാൻ വിലയില്ലാത്തവനാണ്. സ്വന്തപ്പെട്ടവർക്ക് വിലയില്ലാത്തവനായിരിക്കും, വീട്ടിൽ വിലയില്ലാത്തവനായിരിക്കും, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വിലയില്ലായിരിക്കാം, അല്ല ഭർത്താവിന് എന്നെ വിലയില്ലായിരിക്കാം, എൻ്റെ മക്കൾക്കും എന്നെ പുച്ഛമായിരിക്കും. എന്നാൽ ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം. ഞാൻ ആരാണ്? ഞാൻ യേശുക്രിസ്തുവിൻ്റെ വകയാണ്. ഞാൻ സ്വർഗത്തിൽ രാജാധിരാജൻ്റെ വകയാണ്. ഞാൻ രാജാധിരാജൻ്റെ വിശുദ്ധ മണവാട്ടിയാണ്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് മുൾമുടിയേറ്റ് കടന്നുപോയ കർത്താവായ യേശുക്രിസ്തു രാജകിരീടം ചൂടി മടങ്ങി വരും. അന്ന് എൻ്റെ വില അന്ന് ഞാൻ തന്നെ അറിയും. ഇന്നെനിക്കറിഞ്ഞുകൂടാ. രാജാധിരാജാവായി കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും. ഇന്ന് അവൻ മുൾമുടിയേറ്റ് കടന്നുപോയവനാണ്. മുഖത്ത് അടിയേറ്റും തൊപ്പലേറ്റും കവിളത്തുനിന്ന് രോമങ്ങൾ പിഴുതെടുത്തും രോമകൂപങ്ങളിൽ നിന്ന് രക്തം ഒഴുകിയും പുറം മുഴുവൽ പോലെ കയറത്തക്കവണ്ണം ചാട്ടവാറുകൊണ്ട് അടിച്ച് പൊളിച്ചും കൈകളും കാലുകളും ആണിയടിച്ച് തകർത്തും ചങ്കിൽ കുന്തം കൊണ്ട് കുത്തി രക്തം ഒഴുകിയും അങ്ങനെയൊരു സോറി ഫിഗർ, ഒരു ദയനീയമായ ഒരവസ്ഥയിൽ കടന്നുപോയ കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ജാതികളെ ഭരിക്കാനുള്ള ചെങ്കോലും ഏന്തിക്കൊണ്ട് രാജാധിരാജാവായി അവിടുന്ന് വീണ്ടും മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഈ കാഴ്ചപ്പാടിലുള്ള യേശു അല്ല. തേജോമയനായ യേശു കടന്നു വരും. തേജോമയനായി മഹത്വപൂർണ്ണനായ യേശു കടന്നു വരും. ആർക്കും അടുത്തുകൂടാത്ത തീയായി യേശു കടന്നു വരും. സ്തോത്രം. യേശു വരും. അന്ന് ഞാൻ അവൻ്റെ സ്വന്തമായിരിക്കും. അന്ന് അവൻ എന്നെ തിരുമാറോട് അണയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ഏതെല്ലാം തരത്തിൽ വിലകെട്ടവനാണെങ്കിലും, ഇന്ന് ആർക്കും എന്നെ പുച്ഛമാണെങ്കിലും, ആരെല്ലാം എന്നെ പരിഹസിച്ചാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്വന്തമാണ്. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. നെഹമ്യാവിന് ആ ബോധ്യം ഉണ്ടായിരുന്നു. സ്തോത്രം. നെഹമ്യാവിന് ആ വിചാരം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാം, ഇന്ന് പൈസയില്ല, കടമാണ്, ഭാരമാണ്, ഇത് രോഗമാണ്, ദുഃഖമാണ്, ഞെരുക്കമാണ്, വീട്ടിൽ തന്നെ പലതരത്തിലുള്ളതായ അക്കച്ചക്കലുകളും ഇഷ്ടക്കുറവുകളും മുഷിച്ചിലുകളുമുണ്ട്. ഇന്ന് നമുക്ക് പലതരത്തിലുള്ളതായ പരാധീനതകളുണ്ട്. ശരിയാണ്. പക്ഷേ നാളെ ഒരു ദിവസം യേശു മടങ്ങി വരുമ്പോൾ അപ്പോൾ കാണാം വില എന്താണ് എന്നേക്ക് നിലനിൽക്കുന്നതായ വില എന്താണ് എന്ന് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അന്ന് നമുക്ക് അറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നെഹമ്യാവ് താൻ ആരാണെന്ന് അറിഞ്ഞിരുന്നു. നെഹമ്യാവ് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ ഫുഡ് മിനിസ്റ്ററായിട്ടിരിക്കുമ്പോൾ പോലും, ഭക്ഷ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പോലും, അപ്പോൾ പോലും നെഹമ്യാവ് ദൈവത്തെ ഓർത്തുകൊണ്ടിരുന്നു. ദൈവത്തെ ഓർത്തുകൊണ്ടിരുന്നു. ഇവിടെ ഞാൻ രാജധാനിയിലാണ്. ഈ ബാബിലോണിയൻ സാമ്രാജ്യം കഴിഞ്ഞ് പേർഷ്യൻ സാമ്രാജ്യമായി. ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ നെബൂഖദ്നേസറിൻ്റെ അതേപോലെ ഉയർന്ന ഒരു സാമ്രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഏറ്റവും ശുഭകാലം സൈറസിൻ്റെ കാലമാണ്, അഹശ്വേരോസിൻ്റെ കാലമാണ്. സൈറസസ് അഹശ്വേരോസ് രാജാവിൻ്റെ കാലമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാലം. ദ ഗോൾഡൻ ഏജ് ഓഫ് പേർഷ്യ എന്ന് പറയും. പേർഷ്യയുടെ ഗോൾഡൻ ഏജ്, സുവർണകാലമായിരുന്നു സൈറസസിൻ്റെ ഭരണകാലം. സൈറസസ് അഹശ്വേരോസ് രാജാവ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അർത്ഥശ്രേഷ്ഠ രാജാവ് അർട്ടാക്സേസസ്. വലിയൊരു സാമ്രാജ്യത്തിലെ രാജാധിരാജാവായി വാണരുളുന്ന അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ ഭക്ഷ്യമന്ത്രിയായിരിക്കുക നിസ്സാര കാര്യമല്ല, വലിയൊരു പദവിയാണ്. ആ പദവിയിലിരിക്കുമ്പോഴും എപ്പോഴും നെഹമ്യാവ് എൻ്റെ ദൈവമേ എന്നുള്ള വിളിയോടുകൂടിയാണ് ഇരുന്നത്. ഏത് വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയാലും നാം ഓർക്കുക എൻ്റെ ദൈവമേ എന്ന്. എൻ്റെ ദൈവമേ എന്നുള്ള വിളി മാറരുത്. എൻ്റെ യേശുവേ എന്നുള്ള വിളി മാറരുത്. എന്തെല്ലാം ജയങ്ങൾ കിട്ടിയാലും, ഏതെല്ലാം പരാജയങ്ങൾ വന്നാലും,
ഏതെല്ലാം പരാധീനതകൾ വന്നാലും, ഏതെല്ലാം ക്ഷീണങ്ങൾ സംഭവിച്ചാലും, ഏതെല്ലാം രീതിയിൽ നിന്നൊക്കെ വറുതികൾ വന്നാലും ഓർക്കുക, ഞാൻ ആരാണ്? ഞാൻ എൻ്റെ യേശുവിൻ്റെ വകയാണ്, യേശുവിൻ്റെ വകയാണ്. ലൂയി 14 ചക്രവർത്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഫ്രഞ്ച് സാമ്രാജ്യത്തിൽ അദ്ദേഹത്തെ ശത്രുക്കൾ വധിച്ചു. ശത്രുക്കളുടെ വൈരാഗ്യം തീരാൻ അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാം പിടിച്ച് കൊല്ലാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു, ഏതാണ്ട് 8-10 വയസ്സ് മാത്രമുള്ള പ്രായമുള്ളൊരു കൊച്ചുകുട്ടി. ആ കുട്ടിയെ അവർ വിചാരിച്ചു കൊല്ലണ്ട, ഇവനെ ഏറ്റവും വലിയ ദുഷ്ടനാക്കണം. ഈ ചക്രവർത്തിയോടുള്ളതായ അരിശം തീർക്കാൻ ചക്രവർത്തിയുടെ മകനെ ദുഷ്ടനാക്കണം, ഏറ്റവും മ്ലേച്ഛനാക്കി തീർക്കണം. അതിന് ഒരു ദുഷ്ടസ്ത്രീയെ, ഒരു മന്ത്രവാദിനിയായ ഒരു ദുഷ്ടസ്ത്രീയുടെ കസ്റ്റഡിയിൽ അവനെ കൊടുത്തു. അവനെ വളർത്താൻ തുടങ്ങി. അവനെ കൊണ്ട് വേണ്ടാതിനങ്ങൾ പ്രതിജ്ഞ ചെയ്യാൻ അവൾ പഠിപ്പിക്കുകയും അവനെ അരുതാത്ത വഴിയിൽ കൂടി പോകാനായിട്ട് അവനെ പ്രേരണ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴെല്ലാം അവൻ ചിന്തിച്ചു, ഞാൻ ആരാണ്? ഞാൻ ചക്രവർത്തിയുടെ മകനാണ്, എനിക്കത് ചെയ്യാൻ പാടില്ല. കൊച്ചനാണ്, കൊച്ചുകുട്ടിയാണ്. പക്ഷേ അവൻ പറയുകയാണ്, ഞാൻ ആരാണ്? ഞാൻ ചക്രവർത്തിയുടെ മകനാണ്, എനിക്കത് ചെയ്യാൻ പാടില്ല. ഓർക്കണം നിങ്ങൾ, ഞാൻ ആരാണ്? ഞാൻ രാജാധിരാജാവിൻ്റെ സ്വന്തമാണ്, അവൻ്റെ സ്വന്തമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഒരു യാഥാർത്ഥമായ ബോധം നിങ്ങൾക്കുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ വകയാണ് ഞാനെന്ന്. എനിക്കങ്ങനെ മിണ്ടാൻ പാടില്ല, എനിക്കങ്ങനെ പറയാൻ പാടില്ല, എനിക്കങ്ങനെ ചിന്തിക്കാൻ പാടില്ല, എനിക്കങ്ങനെ പ്രതികരിക്കാൻ പാടില്ല എന്നെല്ലാമുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾ കിട്ടുന്നുണ്ടോ? മറ്റ് ലോകമനുഷ്യരെ പോലെ പറയുകയോ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാൻ എനിക്ക് പാടില്ല എന്ന്. ഞാൻ ആരാണ്? ഞാൻ യേശുക്രിസ്തുവിൻ്റെ വകയാണ്, അവൻ്റെ സ്വന്തമാണ്, അവൻ്റെ സ്നേഹത്തിൻ്റെ നിധിയാണ് ഞാൻ, അവൻ്റെ സ്നേഹം മുഴുവൻ നിക്ഷേപിച്ച സ്നേഹത്തിൻ്റെ പാത്രമാണ് ഞാൻ. ഈ പാത്രത്തിലാണ് അവൻ്റെ സ്നേഹം നിക്ഷേപിച്ചത്. ഞാനെന്ന് പറയുന്ന ഈ കൊച്ചു മനുഷ്യൻ്റെ ഈ ചെറിയ ഹൃദയത്തിലാണ് അവൻ്റെ സ്നേഹം നിക്ഷേപിച്ചത്. അവൻ്റെ മഹത്വകരമായ സ്നേഹം നിക്ഷേപിക്കാൻ അവൻ കണ്ട മാനപാത്രമായി അവൻ എന്നെ തിരഞ്ഞെടുത്തതാണ്. എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, എന്നെ തിരഞ്ഞെടുത്തു. ഇതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ആരാണ്? ഞാൻ യേശുവിൻ്റെ വകയാണ്. നെഹമ്യാവ് അന്നും ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെഹമ്യാവ് കേട്ടത്, അങ്ങ് ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോയിരുന്നതായ ഇസ്രായേൽ മക്കൾ പലരും മടങ്ങി വന്നു. ആദ്യത്തെ മടങ്ങിയവർ ഏതാണ്ട് 5000-ഓളം പേരായിരുന്നു. ബാബിലോണിയയിൽ നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങി വന്ന ഇസ്രായേൽക്കാർ 5000-ലെ ആളുകൾ മടങ്ങി വന്നു. അന്ന് അതിന് നേതൃത്വം കൊടുത്ത എസ്രായും അതുപോലുള്ളതായ ആളുകളും എല്ലാം, സെരുബ്ബാബേലും യോശുവയും എല്ലാം, അവരെല്ലാം അങ്ങ് യെരൂശലേമിലെത്തി. പക്ഷേ പേർഷ്യ സാമ്രാജ്യത്തിൽ ഇരുന്നുകൊണ്ട്, അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ രാജധാനിയിൽ ഇരുന്നുകൊണ്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥനായ നെഹമ്യാവ് ചിന്തിക്കുകയാണ്, ഞാൻ അവരുടെ സ്ഥിതി എന്താണ് എന്ന് ഞാനൊന്ന് അറിയണമല്ലോ എന്ന്. അപ്പോഴാണ് മനസ്സിലായത് അവരുടെ സ്ഥിതി വളരെ കഷ്ടതരമായ സ്ഥിതിയാണ്. ആരാധന തുടങ്ങാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആരാധനയില്ലാത്തൊരു സമൂഹം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആരാധനയില്ലാത്തൊരു സമൂഹം. ആരാധനയുള്ള അബ്രഹാമിൻ്റെ കൂടെ പുറപ്പെട്ടെങ്കിലും ലോത്തിന് ആരാധന കിട്ടിയില്ല. സ്തോത്രം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോത്ത് സ്വഭാവം മാറ്റിയില്ല. പുറപ്പെട്ടു, ശരിയാണ്, അബ്രഹാം പിതാവ് പുറപ്പെട്ടപ്പോൾ ആ കൂടെ തന്നെ പുറപ്പെട്ടു. പക്ഷേ ലോത്തിന് ആരാധന എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈ അപ്പൻ്റെ അനുജനായ അബ്രഹാം ആരാധന നടത്തുമ്പോഴെല്ലാം ലോത്തും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവനതിൻ്റെ അന്തസ്സത്തെ പിടികിട്ടിയില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ഈ സ്തുതി എന്താണെന്നോ സ്തുതിയുടെ മഹത്വം എന്താണെന്നോ ഒന്നും അറിയാതെയാണ് സ്തുതിക്കുന്നത്. ശരി, നല്ല സ്തുതിക്കട്ടെ. പക്ഷേ ഒന്നറിയണം, ഈ ആരാധനയുടെ സൗകുമാര്യം എന്താണ് എന്ന്. ആരാധനയുടെ ബലം എന്താണെന്ന് നിങ്ങൾ അറിയണം. ആരാധനയുടെ വിശുദ്ധി എന്താണെന്ന് അറിയണം. വിശുദ്ധമായ സ്തുതികളിൽ മേലിറങ്ങി വരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ തീക്ഷ്ണമായ പ്രകാശമാണ് ചുറ്റി മിന്നുന്നത് നിങ്ങൾ അറിയണം. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആരാധനയുടെ മഹത്വം ലോകത്തിന് മനസ്സിലായില്ല. ലോകത്ത് ഒരിടത്തും ആരാധന നടത്തിയതായിട്ട് തിരുവചനത്തിൽ വായിക്കുന്നില്ല. ലോകത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. ലോകത്ത് അബ്രഹാമിൻ്റെ കൂടെ പുറപ്പെട്ടെങ്കിലും ലോകത്തിലേക്കായിരുന്നു അവൻ്റെ കണ്ണ്. പുറപ്പെട്ടപ്പോൾ കൂട്ടായ്മയിൽ ചേർന്ന് പുറപ്പെട്ടു. ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിൻ്റെ കൂടെ തന്നെ പുറപ്പെട്ടു. നമ്മളും അങ്ങനെയാണല്ലോ. ഓരോ ചില ബന്ധങ്ങളുടെ പേരിൽ നാം കൂട്ടായ്മയിൽ വന്നു, നന്നായി. നാം കൂട്ടായ്മയിൽ തുടർന്ന് വരുന്നുകൊണ്ടിരിക്കുന്നു, അത് നന്നായി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അകത്തുനിന്ന് ലോകം പോയില്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. നാം അവസാനം അബദ്ധത്തിലായി പോകും. ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ പൈസ ഇല്ലെന്നിരിക്കട്ടെ, കടം വന്നിരിക്കട്ടെ, രോഗം വന്നിരിക്കട്ടെ, കഷ്ടപ്പാട് വന്നിരിക്കട്ടെ, എന്തെല്ലാം വന്നാലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ സ്വഭാവം മാറ്റി തരുന്ന മഹാഭാഗ്യം എനിക്ക് അനുഭവിക്കണം. അങ്ങനെ വിശുദ്ധിയുടെ ആത്മാവിൻ്റെ ആരാധന എനിക്ക് ആരംഭിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ ആരാധന. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ആത്മാവിൻ്റെ ആരാധന, മതിമറന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായ ആത്മാവിൻ്റെ ആരാധന,
ശബ്ദഘോഷമൊന്നും വേണമെന്നില്ല, വലിയ ശബ്ദവും വേണമെന്നില്ല. ഹൃദയത്തിലാണ് ആരാധന, ഉള്ളിൽ ആരാധന, ഹൃദയത്തിൽ എപ്പോഴും എൻ്റെ ദൈവമേ എന്നുള്ളൊരു വിളി, അതാണ് ആരാധന. എൻ്റെ ദൈവം ജീവിക്കുന്നുള്ളതായൊരു വിളി, സ്വർഗത്തിലെ ദൈവം നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതായ ഒരു വിളി, സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിക്കുന്നുള്ളതായ ഒരു ബോധ്യം. സ്തോത്രം. എന്നെ കാണുന്ന ഒരു സ്വർഗീയ സ്നേഹം, എന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു സ്വർഗീയ സ്നേഹം. ലോകത്ത് പലർക്കും എന്നെ അറിഞ്ഞുകൂടാ, എന്നാൽ എന്നെ അറിയുന്ന ഒരു ദൈവസ്നേഹം. നിത്യനായ ദൈവം, അഖിലാണ്ടത്തിൻ്റെ ഉടയനായ കർത്താവായ യേശുക്രിസ്തു എന്നെ വ്യക്തിപരമായി അറിയുന്നു, വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഇതാണ് യഥാർത്ഥമായ ആരാധനയുടെ അതിൻ്റെ കാരണമെന്ന് പറയാം. അതിൻ്റെ അടിസ്ഥാനം അതാണ്. എന്നെ യേശു കാണുന്നു, എന്നെ യേശു അറിയുന്നു, എന്നെ യേശു കരുതുന്നു, എന്നെ യേശു ബഹുമാനിക്കുന്നു, എന്നെ യേശു തൻ്റെ പ്രിയപ്പെട്ടവളായി എന്നെ കരുതുന്നു, എന്നെ ചേർത്തണയ്ക്കുന്നു. ആ ഒരു ബോധ്യം, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, യേശു എൻ്റെയും സ്വന്തമാണ്. ഒരു ഉന്നതമായ കാഴ്ചപ്പാടാണത്. നിങ്ങളിത് കേട്ടുകൊണ്ട് പോകരുത്, നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ. എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവമായോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഉന്നതമായ അനുഭവങ്ങളുടെ ശൃംഖങ്ങളിലേക്ക് കർത്താവ് നിങ്ങൾ ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉന്നതമായ കൊടുമുടികളിലേക്ക് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാരും താണ പ്രതലത്തിൽ കഴിയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, താണ നിലവാരത്തിൽ കഴിയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉയർന്ന് പറക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഓരോരുത്തരും. അതിന് ഞാൻ പറയട്ടെ, വിദ്യാഭ്യാസം വേണമെന്നില്ല, അതിന് പാണ്ഡിത്യം വേണമെന്നില്ല, വേദപരിജ്ഞാനം വേണമെന്നില്ല, വേദപുസ്തകത്തിൽ നല്ല നിശ്ചയം വേണമെന്നില്ല. ആകെ ഒന്ന് മാത്രം മതി, ഒരു ലളിതമായ ഹൃദയം, ഒരു ദരിദ്രമായ ഹൃദയം. കർത്താവേ, ഞാനൊരു പാവിയായ മനുഷ്യൻ, ഞാനൊരു നിസ്സാരനായ മനുഷ്യൻ, ഞാനൊരു വിലകെട്ട മനുഷ്യൻ. കർത്താവേ, എന്നും ദുഃഖം മാത്രം ശീലമാക്കിയ ഒരു സാധു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. നാഥ, നീ എന്നോട് മനസ്സറിയണം, നീ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണം. എനിക്കൊന്നും അറിയാൻ പാടില്ല. കർത്താവേ, എനിക്കൊന്നു മാത്രം അറിയാം, യേശുവേ നീ ജീവിക്കുന്നു എന്ന് എനിക്കറിയാം. യേശുവേ നീ ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. കർത്താവേ, എനിക്കൊന്നേ മാത്രമേ അറിയാനുള്ളൂ, വേറെ ഒന്നും എനിക്കറിയാൻ പാടില്ല. കർത്താവേ, നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു, എന്നെ നരകത്തിൽ നിന്ന് വലിച്ചെടുത്ത് സ്വർഗത്തിലാക്കാൻ നീ ഉദ്യമിച്ചുകൊണ്ടിരിക്കുന്നു, നീ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവ് എപ്പോഴും പ്രവാസത്തിലേക്ക് പോയവരുടെ തിരിച്ചുവരവിന് ശേഷം അവരുടെ സ്ഥിതി എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് സ്ഥിതി വളരെ ദയനീയമാണെന്ന് മനസ്സിലായത്. നമുക്ക് വായിക്കാം, നെഹമ്യ 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ഹക്കല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂശൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദായിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. ഞാൻ യെരുശലേമിനെക്കുറിച്ച് അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് ബാബേലിൽ നിന്ന് അങ്ങോട്ട് പോയ നമ്മുടെ സഹോദരന്മാരൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട്, യെരുശലേമിൻ്റെ സ്ഥിതി എന്താണ് ഞാൻ ചോദിച്ചു. അതിനെ അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ജനം വലിയ കഷ്ടത്തിലായിരുന്നു. എന്തുകൊണ്ട്? അവർ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പ്രവാസികളായി കൂട്ടിക്കൊണ്ടുപോയവരായിരുന്നു, അടിമകളായി കൊണ്ടുപോയവരായിരുന്നു. അടിമകളായി കൊണ്ടുപോകപ്പെട്ട ജനം, വലിയ കഷ്ടതയായിരുന്നു അവർക്ക്. പക്ഷേ അവരുടെ കഷ്ടത മാറുമെന്ന് വിചാരിച്ചു, മാറിയില്ല. അവർ പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം കോരസ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം അവർ യെരുശലേമിലേക്ക് മടങ്ങി പോന്നെങ്കിലും വാസ്തവത്തിൽ അവരിന്ന് വലിയ കഷ്ടത്തിലാണ്, പണ്ടത്തേക്കാൾ വലിയ കഷ്ടത്തിലാണ്. ബാബേൽ നദിയുടെ തീരത്ത് അവരുടെ കിന്നരങ്ങൾ അലരി വൃക്ഷങ്ങളുമേൽ തൂക്കിയിട്ടുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ടിരുന്നതായ ആ സ്ഥിതിയിൽ നിന്ന് ഒന്നുകൂടി കഷ്ടത്തിലായിരിക്കുകയാണ് ഇപ്പോഴവർ. ബാബേലിൽ അങ്ങ് വിദേശത്ത് താമസിച്ചുകൊണ്ടിരുന്നു. അന്ന് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അവരെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ആ നെബൂഖദ്നേസർ രാജാവിൻ്റെ അടിമത്തത്തിൽ അവർ കഴിഞ്ഞ കാലത്ത് അവരെന്നും കരച്ചിലായിരുന്നു എന്ന് വിലാപമായിരുന്നു. എന്നാൽ ഇന്ന് അവർ തിരികെ യെരുശലേമിലേക്ക് പോയി. ഭാഗ്യം, യെരുശലേമിലേക്ക് മടങ്ങിപ്പോകാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ യാഗപീഠം പണിത് ആ യാഗം നടത്തേണ്ടവർ, ആരാധന നടത്തേണ്ടവർ അവരതൊന്നും ചെയ്യാതെ വലിയ കഷ്ടത്തിലായിരിക്കുകയാണ്, വളരെ ദുഃഖിതരായിരിക്കുകയാണ്. യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന പ്രവാസികൾ ബഹുകഷ്ടത്തിലായിരിക്കുന്നു എന്ന് അവരെന്നോട് പറഞ്ഞു. സ്തോത്രം. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും യെരുശലേമിൻ്റെ മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു, അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. യെരുശലേമിൻ്റെ വാതിലെല്ലാം തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു എന്ന് അവരെന്നോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആലയം പണി തന്നെ പൂർത്തീകരിച്ചിട്ടില്ല, കഷ്ടിച്ച് പണി പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു, യെരുശലേമിൻ്റെ വാതിലുകളെല്ലാം തീ കൊണ്ട് വെന്ത് കിടക്കുന്നു. ആരാധന തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങൾ പലതും കഴിഞ്ഞു, ആരാധന തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലും ഇത്രയും കാലങ്ങൾ കഴിഞ്ഞു, ഒരു സത്യാരാധന തുടങ്ങിയോ? സത്യത്തിൻ്റെ ആരാധന തുടങ്ങിയോ?
നിങ്ങൾ തീർച്ചയായും യോഗത്തിന് വരുന്നത് സന്തോഷമാണ്. നിങ്ങൾ വരുന്നത് കാണുന്നത് ഞങ്ങൾക്ക് കൗതുകമാണ്, ശരിയാണ്. പക്ഷേ ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, നിങ്ങൾ പലരും ഇന്നും സത്യം കണ്ടെത്തിയിട്ടില്ല. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ പലരും ഇന്ന് വാസ്തവമായ ആരാധന എന്താണെന്നോ ദൈവം ആരാണെന്നോ മനസ്സിലാക്കിയിട്ടില്ല. യേശു ക്രിസ്തു ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. നിങ്ങളിവിടെ ഒന്ന് വചനം കേൾക്കുന്ന ഈ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നേരം നിങ്ങളിവിടെ ഏകാഗ്രതയോടെ ഇരിക്കുന്നതിനിരിക്കട്ടെ. പക്ഷേ ഇത് കഴിയുമ്പോഴേക്കും വീണ്ടും ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ പല പല കാര്യങ്ങളായി, പല പ്രശ്നങ്ങളായി, ചില നിഷ്ഠക്കൊഴുകളും മുഷിലുകളുമായി, ചിലപ്പോൾ കോപാക്രാന്തമായ പെരുമാറ്റമായി, ചിലപ്പോൾ മുഷിഞ്ഞ് സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ അനേകം കുഴപ്പങ്ങൾ നിങ്ങൾ നേരിടുന്നു. നിങ്ങൾ മറന്നുപോയി എന്താണ് കിട്ടിയതെന്ന്. ഈ വചനം കിട്ടിയതിൻ്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾ മറന്നുപോയി. അനേകരും അങ്ങനെയാണ്, എല്ലാവരും അല്ല കേട്ടോ, അനേകരങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ വാസ്തവമായ അവസ്ഥ? ദയനീയമായ അവസ്ഥയാണ്. ആരാധന ഇതുവരെയും തുടങ്ങിയിട്ടില്ല. പ്രവാസികളായിരുന്നു, അടിമത്തത്തിലായിരുന്നു. നാം അങ്ങനെ തന്നെയായിരുന്നു. നാം പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്നു, ദുഷ്ടപിശാചിൻ്റെ അടിമത്തത്തിലായിരുന്നു. എത്രയോ ഹീനമായ ജീവിതമാണ് ഒരു കാലത്ത് നയിച്ചിരുന്നത്. മദ്യപിച്ചും ലക്കുകെട്ടും ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നില്ലേ? പലപ്പോഴും വഴക്കടിച്ചും കലഹിച്ചും വീട്ടിൽ പിണക്കമുണ്ടാക്കിയും വീട്ടിൽ നിറങ്ങിപ്പോയ കാലങ്ങളുണ്ടായിരുന്നില്ലേ? വിളമ്പി വെച്ച ചോറ് കഴിക്കാതെ പരസ്പരം ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ പരസ്പരം പോരടിച്ച് പാത്രങ്ങൾ വലിച്ചെറിഞ്ഞ് അങ്ങനെ ഊണുമേശയിൽ നിന്ന് മാറി ഇറങ്ങിപ്പോയ കാലങ്ങളുണ്ടായിരുന്നില്ലേ? ഇല്ലേ, ഉണ്ടായിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. മദ്യവെച്ച് കൂത്താടി നടന്ന കാലങ്ങളുണ്ടായിരുന്നില്ലേ? കഞ്ചാവ് വലിച്ചും കിറങ്ങി നടന്നതായ കാലങ്ങളുണ്ടായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, അശുദ്ധ ശീലങ്ങളിൽ, അശുദ്ധമായ വീഴ്ചകളിൽ, അശുദ്ധമായ ബന്ധങ്ങളിൽ ജീവിതം തകർത്തുകളഞ്ഞ കാലങ്ങളുണ്ടായിരുന്നില്ലേ? അതെല്ലാം വിട്ടു അന്ന് പ്രവാസികളായിരുന്നു, അന്ന് പരദേശവാസികളായിരുന്നു, അന്ന് ബാബേലിലായിരുന്നു, അന്ന് മതബോധം ഉണ്ടായിരുന്നില്ല. ശരിയാണ്. പക്ഷേ ആ മതബോധം എല്ലാം കിട്ടി. അത് തിരിച്ചു വന്നു കൂട്ടായ്മയിൽ വന്നു, ഒരു മാറ്റം വന്നു. ശരിയാണ്. കൂട്ടായ്മയിലേക്ക് വന്നു, ഒരു മാറ്റം നിങ്ങൾ കിട്ടി. ശരിയാണ്, സംശയമില്ല. മദ്യപാനം വേണ്ട എന്ന് വെച്ചു, ആത്മഹത്യാ പ്രവണതകൾ മാറി. എൻ്റെ കർത്താവ് എനിക്ക് ജീവിക്കണമല്ലോ എന്നുള്ള ആഗ്രഹം വന്നു. ഇനിയും ജീവിക്കണം, എനിക്ക് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തണം, കർത്താവിന് വേണ്ടിയിട്ട് ആയുസ് ചെലവഴിക്കപ്പെടണം, ഒരാഗ്രഹം വന്നു. നന്നായി, നല്ല നല്ല തീരുമാനങ്ങൾ വന്നു, പല പുതിയ സമർപ്പണങ്ങൾ വന്നു. പക്ഷേ ഇന്നും ആരാധന തുടങ്ങിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആരാധന തുടങ്ങിയിട്ടില്ല, കഷ്ടസ്ഥിതിയിലായി കിടക്കുകയാണ്. വായിക്കാം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവിരുന്ന് കരഞ്ഞു. കൊട്ടാരത്തിലിരുന്ന് കരയുന്ന ഒരു ദൈവഭൃത്യൻ. സ്തോത്രം. പദവിയിലിരുന്ന് കരയുന്ന ഒരു ദൈവദാസൻ ഉന്നതമായ പദവിയിലിരിക്കുമ്പോൾ ഇരുന്ന് കരയുകയാണ്. എന്താണ് കരയുന്നത്? ഞാനിരുന്ന് കരഞ്ഞു. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുന്നു. എൻ്റെ ജനം, എൻ്റെ പ്രിയപ്പെട്ടവർ, അവരിപ്പോഴും പ്രവാസനം തിരിച്ചു വന്നതിന് ശേഷവും അവർ വാസ്തവമായി ദൈവികമായി ബന്ധമില്ലാതെ കഴിയുന്നു, ദൈവികമായി ആരാധനയില്ലാതെ കഴിയുന്നു, ദൈവത്തോട് ബന്ധമില്ലാതെ കഴിയുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനിതെല്ലാം പറയുമ്പോഴുമെല്ലാം ഞാനും എൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഓർക്കുന്നത്. പലതും എൻ്റെ കാര്യമാണ് ഓർക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരം കിട്ടി. പക്ഷേ അപ്പോഴും കഷ്ടത്തിലായിരുന്ന കാലം രൂപാന്തരം വന്നില്ല. മാനസാന്തരം കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, 17-ാമത്തെ വയസ്സിൽ മാനസാന്തരം കിട്ടി. ദൈവത്തിന് വേല ചെയ്യണമെന്ന് വലിയ ഉത്സാഹമുണ്ടായി. കർത്താവിൻ്റെ വേല ചെയ്യാൻ ഓടി നടന്നു. ഞാൻ ഞങ്ങളുടെ ഈ ഇടവകയിൽ മാത്രമല്ല, അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ചു. ശരിയാണ്. പക്ഷേ ആളത്വൻ മാറിയിരുന്നില്ല, രൂപാന്തരപ്പെട്ടിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പലരും പല പാപങ്ങൾ വിട്ടു, അതും ശരിയാണ്. മദ്യപാനം വേണ്ട എന്ന് വെച്ചു, വളരെ നല്ലത്. കഞ്ചാവ് വേണ്ട എന്ന് വെച്ചു, വളരെ നല്ലത്. ചീത്ത കൂട്ടുകെട്ടുകളും വെറുക്കൂത്തുകളും വേണ്ട എന്ന് വെച്ചു, നല്ലത്. മ്ലേച്ഛ ചിത്രങ്ങൾ വേണ്ട എന്ന് വെച്ചു, നന്നായി. ദൈവത്തിന് സ്തോത്രം. ചീത്ത കൂട്ടുകെട്ടിൽ പോകുന്നില്ല, ചീട്ടുകളി സംഘങ്ങളിൽ മുഴുകുന്നില്ല. ഇല്ല, അതെല്ലാം വിട്ടു, എല്ലാം വിട്ടു. പല പഴയ കൂട്ടുകാരും അവരെയും വിട്ടു. പക്ഷേ ഇന്നും നമ്മുടെ കോപത്തെ നമുക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് നമ്മുടെ മുഷിഞ്ഞ മനസ്സിനെ ജയിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ക്രോധത്തെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇന്നും സ്വന്തം വീട്ടിൽ കൂട്ടായ്മയിൽ ഇടുന്ന ദൈവമക്കളുടെ വീടുകളിൽ തന്നെ ഇന്നും പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ഇന്നും പരസ്പരം ഉള്ളത്തിൽ പോരടിക്കൽ. പുറമേ ഒന്നുമില്ല, പുറമേ ആര് നോക്കിയാലും ഒന്നും കാണുകയുമില്ല. ഉള്ളിൽ അക്കച്ചക്കലുകൾ അല്ലേ? അങ്ങനെയല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ മഹാഭാഗ്യം പരസ്പരം സ്നേഹിക്കാനുള്ളൊരു ഹൃദയം എന്നുള്ളതാണ്. പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം കരുതാനുള്ളൊരു ഹൃദയം, പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുക, അതൊരു മഹാഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ഈ സമയം നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ വളരെ വിനയപൂർവ്വം പറയുകയാണ്. നിങ്ങൾ ആളത്തിന് രൂപാന്തരപ്പെടണം. നിങ്ങൾ ദൈവവുമായി ഒരു ബന്ധത്തിലേക്ക് വരണം. യേശുക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരണം. നിങ്ങൾ അപ്പാ എന്ന് വിളിക്കുമ്പോൾ
യേശു ഓടി വരുന്നത് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവേ നിങ്ങൾ വിളിക്കുമ്പോഴേക്കും യേശു അടുത്ത് വരുന്നത് നിങ്ങൾ അനുഭവിക്കണം. കർത്താവിന് സ്തോത്രം. എൻ്റെ യേശുവേ നിൻ്റെ ദാസനോട് ഇരുന്ന് കരയുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുപോനെ എന്ന് പറഞ്ഞ് ഓടി വരുന്നത് നിങ്ങൾ അറിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നെ നീ മുഴുവനായി രൂപാന്തരപ്പെടുത്തണമേ നിങ്ങൾ പറയുമ്പോൾ കർത്താവ് പറയും, മോനെ നിന്നെ രൂപാന്തരപ്പെടുത്താനാണല്ലോ ഞാൻ വിളിച്ചത്, നല്ല പ്രവൃത്തിയല്ലേ ഞാൻ ആരംഭിച്ചത്, ഞാനത് തികയ്ക്കുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം അനുഭവങ്ങളാണ്, വെറും ഊഹാപോഹങ്ങളല്ല. എൻ്റെ കർത്താവിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ഒന്ന് എളിമപ്പെടുക പ്രിയപ്പെട്ടവരെ, ഒന്ന് താഴുക. കർത്താവേ എനിക്ക് അതിൻ്റെ വചനം പറയാനുള്ള യോഗ്യതയില്ല. യേശുവേ എനിക്ക് ഇതിൻ്റെ വിശുദ്ധിയുടെ രംഗത്ത് വരാൻ എനിക്ക് അർഹതയില്ല. എൻ്റെ കർത്താവേ യേശു നാം ഉച്ചരിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. എൻ്റെ ജീവിതത്തിൽ അനേകം തെറ്റുകളാണുള്ളത്. ഓരോ ദിവസവും തെറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ ഞാൻ പലരോടും പറഞ്ഞ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ചിലരോട് ഞാൻ രൂപ മേടിച്ചു, പക്ഷേ ഞാൻ രൂപ തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. തന്നെയല്ല ഒരു നല്ല വാക്ക് പറയാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. വലിയ തെറ്റാണ് എനിക്ക് സംഭവിച്ചത്. ഒരു നല്ല വാക്ക്, ഒരു മധുരവാക്ക് പറയാമല്ലോ, അയ്യോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, എത്രയും വേഗം തരാൻ ശ്രമിച്ചുകൊള്ളാം എന്നൊരു നല്ല വാക്ക് പറയുന്നതിന് പകരം പിന്നെയും തട്ടിക്കയറുന്ന സ്വഭാവമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ചിന്തിക്കുക, ഓരോരുത്തരും ചിന്തിക്കുക. അത് അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി നടക്കുന്ന സ്വഭാവമാണോ നിങ്ങൾക്കുള്ളത്? ഒന്ന് ഫോൺ ചെയ്താൽ ഫോൺ എടുക്കാൻ പോലും മനസ്സില്ലാത്ത സ്വഭാവമാണോ നിങ്ങൾക്കുള്ളത്? കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. അനേകം പാകപ്പഴകൾ ഇന്ന് കിടക്കുന്നു. ഇത് കേട്ടിട്ട് നിങ്ങൾ കേട്ടില്ല എന്ന് പറയില്ലല്ലോ. അക്കരെ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുമ്പോൾ അയ്യോ കർത്താവേ ഞാനിത് കേട്ടില്ലായിരുന്നു എന്ന് പറയാനിട വരില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, ഒരു ദിവസം ഞാനും കടന്നു പോകും, നിങ്ങളും കടന്നു പോകും. അന്ന് നാം സ്തബ്ധരായി നിൽക്കാനിട വരരുത്, നാം സ്തംഭിച്ച് നിൽക്കാനിട വരരുത്, നാം വെപ്രാളപ്പെട്ട് നിൽക്കാനിട വരരുത്, നിരാശരായി നിൽക്കാനിട വരരുത്. നല്ലൊരു വിശ്വസ്തമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോരായ്മയല്ലേ, നഷ്ടമല്ലേ, തീരെ നഷ്ടമല്ലേ? എന്തെല്ലാം നേടിയാലും, ഇവിടെ എന്തെല്ലാം വേലകൾ ചെയ്താലും, കർത്താവിന് വേണ്ടി എന്തെല്ലാം അധ്വാനിച്ചാലും ദൈവത്തിന് സ്തോത്രം. പക്ഷേ അന്നങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനായ ദാസനെ എന്നുള്ള ആ ശബ്ദം കേട്ടില്ലെങ്കിൽ മഹാനഷ്ടം, തീരാ നഷ്ടം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് യേശുവിലേക്ക് ജീവിതം കൊടുക്കുക. യേശുവിനായി ജീവിതം തുറന്നു കൊടുക്കുക. കർത്താവേ ഈ നിസ്സാര മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ നീ എഴുന്നള്ളി വരണമേ. എൻ്റെ കർത്താവേ ഈ പാവിയായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് കടന്നു വരാൻ പ്രസാദിക്കണമേ. എൻ്റെ കർത്താവേ പാവിയെ സ്നേഹിക്കുകയും പാവത്തെ വെറുക്കുകയും ചെയ്യുന്ന യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ ഉള്ളത്തിലേക്ക് നീ വന്ന് അവിടുന്ന് രാജാവായി വാഴണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് അപേക്ഷിക്കൂ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കൂ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുന്നുള്ള ഉറപ്പ് നിങ്ങൾ സമ്പാദിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ.